ജോലിക്കാർ ജോലി ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്. തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലാണ് കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ ഒരു കൊലപാതകം നടന്നത്. ഇടപ്പഴിഞ്ഞി സ്വദേശി ജസ്റ്റിൻ രാജാണ് മരണപ്പെട്ടത്. പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ നിന്നും ആദ്യത്തെ അന്വേഷണ ഘട്ടത്തിൽ മനസ്സിലായത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയത് എന്നാണ്. എന്നാൽ രണ്ടാം ഘട്ട അന്വേഷണത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളി മാത്രമല്ല ഒരു മലയാളിയും ഒരു നേപ്പാൾ സ്വദേശിയുമാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കേരള കഫേ എന്ന കടയുടെ മുന്നിലാണ്. ഇവിടുത്തെ ഉടമയാണ് അദ്ദേഹം. ഈ ഒരു കടയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ അയാൾ ജോലി ചെയ്തതും പിന്നെ മലയാളിയും ഈ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ പ്രതികളെയും വിഴിഞ്ഞത്ത് നിന്ന് പിടികൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എന്തായിരുന്നു സംഭവം? എപ്പോഴാണ് ഈ ഒരു സംഭവം? ഞാൻ അറിയുന്നത് ഇപ്പം രാവിലെയാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞാണ് അറിയുന്നത്. നമ്മുടെ ഒരു സാറാണിത്, എഞ്ചിനീയറായിരുന്നു, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ പരിപാടിയായിരുന്നു. ഈ അടുത്ത സമയത്താണ് ഈ ഹോട്ടൽ മേഖലയിലോട്ട് മാറിയത്. അല്ലാതെ വേറെ ഇതായിട്ട് ഇപ്പോൾ സ്റ്റാഫ് അവിടെ ജോലിക്ക് വരാത്തത് കൊണ്ട് കക്ഷി അന്വേഷിച്ചുകൂടെ വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോഴാണിത് സംഭവിച്ചത്. കാര്യം എവിടെ പോയിരുന്നാലും സാറിൻ്റെ ഒരു ആളുണ്ട്, കൂടെയുള്ള ഒരു ആളുണ്ട്. അദ്ദേഹമായിട്ടാണ് കൂടുതൽ വരുന്നത്. ഷിബു എന്ന് പറയും. അദ്ദേഹമായിട്ടാണ് എവിടെയും പോകാറുള്ളത്. പക്ഷേ ഇത് കക്ഷി അറിഞ്ഞിട്ടില്ല. കക്ഷി അറിയാനെന്ന് പറഞ്ഞാൽ രാവിലെ വന്നെന്താ നോക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. ഇവർ ഉറക്കത്തിലായിരുന്നു. ഇവർ കടയിലെന്ന് പറഞ്ഞാൽ 8-10 പേരുള്ളതാണ്. അവിടെ 2 പേർ കുറയുമ്പോൾ അതന്വേഷിച്ച് വന്നതാണ്. എത്ര നാളായി ഇവരിവിടെ ഇങ്ങനെ താമസിക്കുന്നു? ഈ അടുത്ത സമയത്താണ് ഇവിടെ എടുത്തത്. പറ്റി എനിക്കറിയില്ല. എന്തായാലും ഒരു വളരെ ഇപ്പം നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞ ഒരാളാണ് പറഞ്ഞത് ഒരു 10-15 ദിവസം അയാൾ ഇവിടെ വാടകയ്ക്ക് എടുത്തിട്ടെന്നാണ് പറയുന്നത്. സ്റ്റാഫിന് കിടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആള് ഇവിടെ ഉണ്ട്, ജോലി ചെയ്യാൻ വരാത്തതുകൊണ്ട് അന്വേഷിച്ച് വന്നതുകൊണ്ടായിരിക്കാം എന്തെങ്കിലും ഇങ്ങനെ വന്നത്. വാക്കുതർക്കത്തിനിടയിലായിരിക്കും. അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ എങ്ങനെയാണ് ചേട്ടൻ്റെ സ്വഭാവം? ജസ്റ്റിൻ ചേട്ടൻ്റെ ജോലിക്കാർ ജോലി ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്. പക്ഷേ ഞാൻ തന്നെ ജോലി ചെയ്യാതെ ഇരുന്നാൽ അത് സാധാരണ വഴക്ക് പറയുമല്ലോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അദ്ദേഹം നല്ല പെരുമാറ്റം. കാര്യമെന്ന് വെച്ചാൽ വേറെ ശോഭിക്കുക എന്നുള്ളത് ജസ്റ്റ് അത് വരും. അത് ആരായിരുന്നാലും ജോലിക്ക് പറയുമല്ലോ, അത്ര മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഇതായിട്ടൊന്നുമില്ല. ഇത്രയും വലിയ ഒരു ക്രൂരത ഈ ജസ്റ്റിൻ രാജിനോട് ഈ പ്രതികൾ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കുറേ നാളുകളായി ഈ ഒരു പ്രതികൾ കടയിൽ ജോലിക്ക് വരുന്നുണ്ടായിരുന്നില്ല. അത് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് ജസ്റ്റിൻ രാജ് എത്തിയത്. അതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിലാണ് ഈ ഒരു കുറ്റകൃത്യം നടന്നത്. പ്രതികൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഒരു കടയുടമ മാത്രമായിരുന്നില്ല, കോൺട്രാക്ട് വർക്കുകളും ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു കോൺട്രാക്ടറായിരുന്നു അദ്ദേഹം. കൂടാതെ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ച്. നല്ല രീതിയിലാണ് അദ്ദേഹം ആൾക്കാരോടൊക്കെ പെരുമാറിയിരുന്നത്. എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഇദ്ദേഹത്തോട് ചെയ്തത് എന്ന കാര്യത്തിൽ പോലീസിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികളെ കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പ്രതികളെ ചോദ്യം ചെയ്ത് അതിലൊരു വ്യക്തത വരണം. എന്തിനാണ് ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.